ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണു അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എൻ്റെ കഴിഞ്ഞ വീഡിയോ മുഴുവനായിട്ട് കണ്ട വ്യൂവേഴ്സിനോടൊന്നും ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ തവണ ഞാൻ നിങ്ങൾക്ക് വാക്ക് തന്നതല്ലേ ഒരു ഇൻഡോർ പ്ലാന്റ് കളക്ട് ചെയ്യണത് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ആ വാക്ക് തെറ്റിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് നമ്മളിന്നൊരു അടിപൊളി സ്ഥലം വരെ പോവാണ്. കണ്ടാലും കണ്ടാലും കൊതി തീരാത്ത അത്ര ഭംഗിയുള്ളൊരു സ്ഥലം. എങ്ങനെയുണ്ട്? കൂടെ പോകുന്നത് വെറുതെ ആയില്ലല്ലോ. ഈ സ്ഥലം ഞങ്ങൾക്ക് ഒരുപാട് ദൂരമൊന്നുമല്ല കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഡ്രൈവ് പോലുമില്ല ഇങ്ങോട്ടേക്ക്. പക്ഷെ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ബാബും ഷാനും ഒഴിവ് ദിവസങ്ങളിലൊക്കെ അവനെ നീന്തൽ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ വരും. ഇപ്പോൾ അവന് ഉഷാറായിട്ട് നീന്തും കേട്ടോ. അവൻ എന്നോട് പറഞ്ഞത് കേട്ടോ, അവിടെ നിൽക്കണ്ട, വഴുക്കും, അതുകൊണ്ട് വേറെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാൻ. കാരണം എന്താണെന്നറിയോ? എനിക്ക് നീന്താൻ അറിയൂല. അപ്പോൾ ഞാനെങ്ങാനും കാല് തെറ്റി വെള്ളത്തിൽ പോയാൽ മോൻ്റെ അമ്മച്ചി മരിച്ചു പോവില്ലേ? അതുകൊണ്ട് വാപ്പയും മോനും കൂടിയും എന്നെതാ ഇവിടെ ഒരു സ്ഥലത്ത് പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവനത് പറഞ്ഞിട്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത് മതി. അവൻ എന്നെ കെയർ ചെയ്യണത് കണ്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അവൻ എൻ്റെ കുട്ടിയല്ല, ഞാൻ അവൻ്റെ കുട്ടിയാണ് എന്ന് തോന്നിപ്പോവും. ഞാൻ കഴിച്ചോ കുടിച്ചോ ഉറങ്ങിയോ ഹാപ്പിയാണോ അങ്ങനെ എൻ്റെ A to Z കാര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കി എന്നെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അതവനാണ് കേട്ടോ. അൽഹംദുലില്ലാ, റബ്ബ് എന്നും നിലനിർത്തി തരട്ടെ. നമുക്കങ്ങനെ ആഗ്രഹിക്കാനല്ലേ പറ്റൂ, അല്ലാതെ വാശി പിടിക്കാൻ പറ്റൂലല്ലോ. മക്കളെ നമുക്കങ്ങനെ സ്നേഹമുള്ളവരാക്കി വളർത്താനൊന്നും പറ്റൂല കേട്ടോ. ഒരു ഉമ്മാക്കും വാപ്പാക്കും തന്നെ പല സ്വഭാവമുള്ള മക്കളുണ്ടാവില്ലേ? സ്നേഹമുള്ളവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും പുറത്ത് കാണിക്കാൻ അറിയാത്തവരുണ്ടാവും, ദേഷ്യക്കാരുണ്ടാവും, അങ്ങനെ പല സ്വഭാവക്കാരും ഉണ്ടാവും. അതുകൊണ്ടുണ്ടല്ലോ, ഇവൻ്റെ ഈ പ്രായം, കളി, ചിരി ഇതൊക്കെ ഞാൻ ആവോളം ആസ്വദിക്കുകയാണ് കേട്ടോ. അവർ വലുതായാൽ പിന്നെ നമുക്കിതൊക്കെ മിസ് ചെയ്യും. ഇവിടെ ഒരു റെഡ് തുമ്പി ഇരിക്കണ കണ്ടോ? നമ്മുടെ കുഴിയാന വിരിഞ്ഞാണ് ഈ തുമ്പി ഉണ്ടാകണത് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഞാൻ ഈ അടുത്ത കാലത്താണ് കേട്ടോ മനസ്സിലാക്കിയത്. സത്യത്തിലുണ്ടല്ലോ, ഈ പൂമ്പാറ്റ എങ്ങനെയാണ് ഉണ്ടാവണത്, തവള എങ്ങനെയാണ് ഉണ്ടാവണത് എന്നൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ. പക്ഷേ തുമ്പി എങ്ങനെയാണ് ഉണ്ടാവണത് എന്ന് നിങ്ങൾ ആരെങ്കിലും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ടല്ലോ, കഴിഞ്ഞ മഴക്കാലത്ത് നമ്മുടെ ചൂരൽമലയിൽ നടന്നതൊക്കെ അറിയാതെ ഇങ്ങനെ ഓർത്തു പോകും. ചിരിച്ചുകൊണ്ട് ഒഴുകുന്ന ഈ അരുവിക്ക് അങ്ങനെ ഒരു ഭാവം കൂടി ഉണ്ട് എന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നണില്ലേ? ഞാനിപ്പോൾ എന്തായി നോക്കണത് എന്ന് മനസ്സിലായോ? ഞാനേ ഈ ഇടവഴി കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഇവിടെ ഒരാളിങ്ങനെ ഒടിച്ചിരിക്കണത് എൻ്റെ കണ്ണിലൊടക്കിട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഒരെണ്ണമൊന്നുമല്ല, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിൻ്റെ ഇല കാണാൻ നല്ല രസമല്ലേ? ഇത് നമ്മൾ ഫിലോഡെൻഡ്രൻ ചെടീൻ്റെയൊക്കെ അതേപോലത്തെ ഇല അല്ലേ, നല്ല ഭംഗിയുള്ള. സത്യത്തിൽ ഇതെന്താണെന്നറിയോ? ഇതൊരു ടൈപ്പ് ഫേണാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഫേണാണ്. ഇതൊക്കെ നമുക്ക് ആമസോണിൽ ക്യാഷ് കൊടുത്ത് വാങ്ങാൻ കിട്ടും. ഇതിൻ്റെ പേര് ഹാർട്ട് ലീഫ് ഫേൺ. ഇലകൾക്കൊക്കെ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ ഇതിനെ ഹാർട്ട് ലീഫ് ഫേൺ എന്ന് പറയണത്. സംഭവം ഇതൊരു ഫേൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ വേരൊരുപാട് അടിയിലേക്കൊന്നും പോകില്ല കേട്ടോ. ഏതെങ്കിലും പാറയിലൊക്കെ പറ്റിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കണുണ്ടാവും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വേരോടെ തന്നെ പറിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഒരെണ്ണമൊന്നും അല്ല കേട്ടോ, എൻ്റെ കയ്യിൽ കൊള്ളണം അത്രയും ഞാൻ മാക്സിമം പറിച്ചെടുത്തു. ഇനിയുണ്ട് അവിടെ കുറേ. ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ? ഇത് ഈ കുറ്റിക്കാട്ടിൽ വലിയ കുറേ മരങ്ങൾക്കിടയിൽ ഒരു കുഴപ്പമില്ലാതെ നല്ല ഹാപ്പി ആയിട്ട് വലിയ വെയിലൊന്നും കിട്ടാഞ്ഞിട്ടും നിൽക്കണുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ പിന്നെ ഇതിനെ കൊണ്ടുപോയി നമ്മുടെ വീട്ടിൽ ഇൻഡോർ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അവിടെ ആകുമ്പോൾ ഡയറക്റ്റ് വെയിൽ കിട്ടില്ല, എന്നാൽ അത്യാവശ്യം വെളിച്ചം വെയിലൊക്കെ കിട്ടുകയും ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ അത് വെച്ചിട്ട് സെറ്റായാൽ നമുക്ക് വേണമെങ്കിൽ ഇനിയും വന്ന് കൊണ്ടുപോകാമല്ലോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ.
ഒന്നാമത് നമ്മൾ ഈ കറക്കമൊക്കെ സ്കൂട്ടറിലായതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിലായിരിക്കുമല്ലോ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ എൻ്റെ കണ്ണ് റോട്ടിലൊന്നും ആയിരിക്കില്ല. റോഡിൻ്റെ രണ്ട് സൈഡിലുള്ള എല്ലാ കുറ്റിക്കാട്ടിലും എൻ്റെ കണ്ണെത്തും. എന്നിട്ട് അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള ഇലയുള്ള ഏതെങ്കിലും കാട്ടുചെടികളോ പുല്ലോ ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ വണ്ടി നിർത്താൻ പറയും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അതിനെ അവിടെ നിന്ന് പറിച്ചെടുത്ത് കഷ്ടപ്പെട്ട് വീട്ടിൽ കൊണ്ടുപോയി നല്ല ഒരു ചട്ടിയിലാക്കി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തെടുത്താൽ എന്ത് രസമാണെന്നറിയോ കാണാൻ. ചിലതൊക്കെ സക്സസ് ആവും, ചിലതൊന്നും നമ്മൾ ചട്ടിയിലാക്കിയാൽ അങ്ങനെ ജീവനോട് കുറേ ദിവസം നിൽക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തേത് നമ്മൾ വീണ്ടും 1-2 പ്രാവശ്യം കൂടെയൊക്കെ ട്രൈ ചെയ്ത് നോക്കും. കുളമാവാണ് നടക്കണില്ല എന്ന് കാണുമ്പോൾ ആ ശ്രമം അങ്ങോട്ട് നിർത്തും. അതല്ലാത്തതൊക്കെ ചിലതൊക്കെ നമുക്ക് സക്സസ് ആയി കിട്ടും കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല വില കൂടിയ ചെടികളെ പോലത്തെ ചെടികളൊക്കെ, അതായത് നമ്മൾ ഈ കുപ്പത്തൊട്ടിയിൽ മാണിക്യം എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ അത് കാട്ടിലിരിക്കുമ്പോൾ വല്ല ഭംഗിയില്ലെങ്കിലും നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നല്ലൊരു ചട്ടിയിൽ നല്ല സ്റ്റാൻഡേർഡായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചെടിയായിരിക്കും കേട്ടോ. കാണുന്നവരൊക്കെ ചോദിക്കും ഇത് എവിടെ നിന്ന് മേടിച്ചതാന്ന്, ഇത് പ്ലാസ്റ്റിക് ആണോ എന്ന് വരെ റിയൽ ലൈഫുള്ള ചെടികളെ കണ്ടിട്ട് ഞങ്ങളോട് ചോദിക്കലുണ്ട് കേട്ടോ. അതൊക്കെ ചില ചെടികളൊക്കെ നമ്മൾ ഇതുപോലെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാട്ടിൽ നിന്ന് പറിച്ചെടുത്ത ചെടികളൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് വരും വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചു തരണ്ടേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും മോള് ക്ലാസ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അവളിതാ ഇപ്പോൾ സിറ്റ് ഔട്ടിലിരുന്ന് ചോറ് കഴിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പെട്ടെന്ന് കുറച്ച് മധുരക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് അതും ചായയും കൂടി എടുത്തിക്കാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഞങ്ങളെല്ലാവരും കൂടി വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം എനിക്ക് ഡ്യൂട്ടിക്ക് കയറാനുള്ള ടൈമായേ. ഞാൻ ഓൺലൈനായിട്ട് വർക്ക് ഫ്രം ഹോമാണ് ചെയ്യണത്. അങ്ങനെ ഞാൻ എൻ്റെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴേക്കും രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് പിന്നെ ചെടി നടാനും ഗാർഡൻ സെറ്റ് ചെയ്യാനൊന്നും നേരവും കാലമൊന്നുമില്ല കേട്ടോ. രാത്രി നട്ടപ്പാതിര നേരത്തെ 12 മണി 1 മണിയൊക്കെ ആകുമ്പോഴും ഞങ്ങൾ ഈ ഗാർഡനിലുണ്ടാവും. അതിൻ്റെ ഒരു കാരണം വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ നമ്മളെ മുൻവശത്തുള്ള ഈ റോഡുണ്ടല്ലോ, അവിടെയാണെങ്കിൽ അടുപ്പിച്ച് സ്ട്രീറ്റ് ലൈറ്റും ഉണ്ട്. അപ്പോൾ ഇരുട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് പകൽ പണിയെടുക്കണ പോലെ നല്ല ഉഷാറായിട്ട് രാത്രി പണിയെടുക്കാൻ പറ്റും. പിന്നെ ഞങ്ങളെപ്പോലെ ഈ ചെടി ഭ്രാന്തുള്ളവർക്ക് വേഗം മനസ്സിലാവും നമുക്കിതിനൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരാനുണ്ട്. ആ സമയത്ത് തന്നെ ഇറങ്ങി ഇത് ചെയ്തിട്ടില്ലെങ്കിലുണ്ടല്ലോ പിന്നെ ഭയങ്കര മടിയായിരിക്കും. അതുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ചെടി ഒരു ചട്ടിയിൽ ഇങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉണങ്ങിയ ഇലകളൊക്കെ മാറ്റിയിട്ട് നല്ല ഇലകൾ മാത്രം വെച്ച് ഞാനിങ്ങനെ നട്ടു കൊടുക്കുകയാണ്. നമ്മൾ ഫേൺ നടുമ്പോൾ ഉണ്ടല്ലോ ഇത്രയും ആഴമുള്ള ചട്ടിയൊന്നും വേണമെന്നില്ല കേട്ടോ. കാരണം അതിൻ്റെ വേര് ഒരുപാട് ആഴത്തിലൊന്നും പോകില്ലല്ലോ. അപ്പോൾ ആ വേര് ജസ്റ്റ് കവർ ചെയ്ത് നിൽക്കാൻ പാകത്തിന് ചെറിയൊരു ട്രേ പോലത്തെ ചട്ടിയിലൊക്കെ വെച്ച് കൊടുത്താൽ മതി. നല്ല ഡ്രെയിനേജ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം മോയ്സ്ചറായി നിൽക്കണം. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ചെറിയൊരു ഇലയിലും മണ്ണിലൊക്കെ ചെറിയൊരു ഈർപ്പം എപ്പോഴും ഉണ്ടാവണത് നല്ലതാണ്. പക്ഷെ എന്നാൽ വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല. സാധാരണ ഫേൺസൊക്കെ എവിടെ ഉണ്ടാവാന്ന് കണ്ടിട്ടില്ലേ? ഈ റോഡിൻ്റെ സൈഡിൽ കൂടെ ഒഴുകണ തോടിൻ്റെ അരികിലും കിണറ്റിലും പിന്നെ പുഴക്കരയിലൊക്കെയാണ്. അതായത് കുറച്ച് നനവൊക്കെ ഉള്ള എന്നാൽ കുറച്ച് ഡയറക്റ്റ് വെയിലൊന്നും തട്ടാതെ ഷെയ്ഡൊക്കെ കിട്ടുന്ന സ്ഥലത്താണ് ഈ ഫേൺസ് നല്ല ഉഷാറായിട്ട് വളരുക കേട്ടോ. അപ്പോൾ നമ്മളിതിനെ കൊണ്ടുവന്നിട്ട് ഒരു ചട്ടിയിലൊക്കെ വെച്ച് മുറ്റത്ത് ഡയറക്റ്റ് വെയിലും ചൂടൊക്കെ കിട്ടുന്നിടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും കേട്ടോ. അതിൻ്റെ ഇലകളൊക്കെ കരിഞ്ഞ് ആ ചെടി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോകും. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ എപ്പോഴും കുറേ ചെടികളുടെ ഇടയിലൊക്കെ വെക്കുക. അതേപോലെ അല്ലെങ്കിൽ ഇൻഡോറായിട്ട് എന്നാൽ അത്യാവശ്യം മോയ്സ്ചർ നിലനിർത്താൻ പറ്റുന്ന നനവ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്പ്രേ ചെയ്തിട്ടൊക്കെ ഉള്ളിൽ വെക്കാൻ പറ്റും. വെയിൽ തീരെ കിട്ടാണ്ട് വെച്ചാലും ഫേൺ നിൽക്കില്ല കേട്ടോ. വെയിൽ കിട്ടുകയും വേണം, പക്ഷെ അത് ഇൻഡയറക്റ്റ് ലൈറ്റ് ആയിരിക്കണം എന്നേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു ചട്ടിയിൽ കൊള്ളാവുന്നതിൻ്റെ മാക്സിമം ഇതിൽ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇലയിലും ചട്ടിയിലൊക്കെ പറ്റി പിടിച്ചിട്ടുള്ള ചെളിയൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇതിനകത്ത് കൊണ്ടുവെക്കാൻ. അപ്പോൾ നമുക്ക് പുറത്തുനിന്നുള്ള ഒരു പൈപ്പിൻ്റെ ചോട്ടിൽ കാണിച്ചിട്ട് നമുക്ക് നല്ല ഉഷാറായിട്ട് ഇവനൊന്ന് കുളിപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഈ ഇൻഡോർ സെറ്റ് ചെയ്യുന്ന ചെടികളൊക്കെ ഇതുപോലുള്ള സാധാരണ ചട്ടികൾക്ക് പകരം നല്ല ഭംഗിയുള്ള വൈറ്റ് പോട്ടൊക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല കിടിലൻ ലുക്കാവും കേട്ടോ ഉണ്ടാവുക. പക്ഷേ ഉണ്ടല്ലോ നമ്മൾ ഈ ഇൻഡോർ വെക്കുന്ന ചട്ടികളായാലും ചെടികളായാലും ഒക്കെ നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. അതുകൊണ്ട് ഞാനങ്ങനെ ഇൻഡോർ വെക്കാൻ പ്രത്യേകം ചട്ടികളൊന്നും വാങ്ങലില്ല. അത് മാത്രമല്ല, ഞാൻ ഈ ചെടീനെ എവിടെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്നറിയോ? നമ്മുടെ വീടിനകത്ത് ഡൈനിങ് ഏരിയയും
ലിവിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെമി പാർട്ടീഷൻ വാളുണ്ട്. ആ വാളിനകത്ത് ഇതേപോലെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ കുറച്ച് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചട്ടി കാണാൻ പറ്റില്ല, ചെടി മാത്രം കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ ചട്ടി ഇറക്കി വെച്ചിട്ട് ചെടി മാത്രം കാണുന്ന രീതിയിൽ വെക്കണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ എൻ്റെ ഇൻഡോർ പ്ലാന്റ് ഹണ്ടിങ്? ഇതുപോലെ ഞാൻ കളക്ട് ചെയ്തിട്ടുള്ള വേറെയും കുറേ ചെടികളുണ്ട്. നമുക്ക് വേറെ വീഡിയോയിൽ കാണാം കേട്ടോ. എനിക്കിപ്പോൾ കുറച്ച് ഹെവി ഡ്യൂട്ടിയുള്ള ടൈം ആയതുകൊണ്ടാണ് വീഡിയോ റെഗുലറായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. ഈ ഒരു വീഡിയോ തന്നെ ഞാൻ എത്ര പ്രാവശ്യമായി എഡിറ്റ് ചെയ്യാൻ നിൽക്കണമെന്നറിയോ? എന്നിട്ട് രാത്രി 12 മണി 1 മണി നേരത്തൊക്കെ ഒറ്റയ്ക്ക് എണീറ്റ് വന്ന് ഒരു മുറിയിൽ ഇരുന്നിട്ടാണ് ഞാൻ ഇത് തന്നെ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഈ ചെടിയുടെ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ അപ്കമിങ് വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും തരാൻ പിശുക്കൊന്നും കാണിക്കരുത് കേട്ടോ. ഇൻഷാ അല്ലാ നമുക്കുടനെ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്